12 ദിവസം നീണ്ട ഷാർജ പുസ്തകമേളയ്ക്ക് അല്പസമയത്തിനകം തിരശ്ശീല വീഴും. 300-ലേറെ മലയാള പുസ്തകങ്ങൾ ഔദ്യോഗികമായി പ്രകാശനം ചെയ്തു. ലൈബ്രറികൾക്ക് 45 ലക്ഷം ദിർഹം ഗ്രാന്റ് പ്രഖ്യാപിച്ച് ഷാർജ ഭരണാധികാരി. സമാപന ദിവസം മലയാളത്തിൽ നിന്ന് വയലാർ അവാർഡ് ജേതാവ് ഇ സന്തോഷ് കുമാർ അതിഥിയായി എത്തി. SIR, വോട്ടിംഗ് മെഷീൻ എന്നിവയുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾ പരിഹരിക്കേണ്ടതുണ്ടെന്ന് എഴുത്തുകാരൻ ഇ സന്തോഷ് കുമാർ പറഞ്ഞു. അധികാരം കയ്യിൽ വരുന്ന ആളുകൾ അത് നിലനിർത്താൻ വേണ്ടി പല പല പണികൾ ചെയ്തിട്ടുണ്ട്. ഇതില് നമുക്ക് എത്രമാത്രം എത്ര മുന്നോട്ട് പോയിട്ടുണ്ടെന്നുള്ളത് അറിഞ്ഞുകൂടാ. പക്ഷെ തീർച്ചയായിട്ടും ഈ ഒരു വ്യവസ്ഥയെ അട്ടിമറിക്കാൻ ശ്രമം ഇപ്പൊ മാത്രമല്ല, എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. കുറച്ചു മുമ്പുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ചാൽ അത് മനസ്സിലാവും. പക്ഷെ എത്രമാത്രം നമ്മുടെ പോലത്തെ ഒരു ജനാധിപത്യത്തിൽ കുറെയെങ്കിലൊക്കെ ഇപ്പോഴും ചില കാർഡുകൾ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. വോട്ടേഴ്സ് മെഷീനിലുള്ള പ്രശ്നങ്ങളെ പറ്റിയിട്ട് ചർച്ച ചെയ്യുന്ന സമയത്ത് ഞാൻ നമ്മുടെ എഴുത്തുകാരൻ മുതിർന്ന എഴുത്തുകാരൻ NS മാധവനായിട്ട് സംസാരിച്ചു. കാരണം അദ്ദേഹം ബീഹാറിലെ ഇലക്ഷൻ കമ്മീഷണറായിട്ടുള്ളതിന്റെ പോലെ ഈ ഇലക്ട്രോണിക് മെഷീന്റെ തകരാറുകൾ അല്ലെങ്കിൽ അതിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ആളൊരു സാധാരണ രീതിയിലില്ല, മാനിപ്പുലേറ്റ് ചെയ്യാൻ അത്ര എളുപ്പമല്ല. പക്ഷേ അങ്ങനൊരു സംശയം വരുമ്പോൾ അത് ദൂരീകരിക്കേണ്ട ചുമതല ഭരണകൂടത്തിന് അല്ലെങ്കിൽ പറഞ്ഞ കമ്മീഷനുണ്ട്. അപ്പൊ അത് അങ്ങനെ സംഭവിക്കുന്നില്ല എന്നുള്ള ഉറപ്പുവരുത്തേണ്ടത് തീർച്ചയായിട്ടും. അതിന് മറ്റുള്ളവരെ പരിഹസിക്കുന്നതിലൊന്നും കാര്യമില്ല. അത് ചെയ്യേണ്ടത് ഉത്തരവാദിത്തമാണ്. ജനാധിപത്യം എന്ന് പറയുന്നത് എല്ലാ കാലത്തും ഏതെങ്കിലും ഒരു ഭരണകൂടത്തിന് അനുകൂലമായിട്ട് നിൽക്കേണ്ട കാര്യമല്ല. ഷിനോജ് ഷംസുദ്ദീൻ വിവരങ്ങൾ നൽകാനായി ഷാർജയിൽ നിന്ന് ചേരുന്നുണ്ട്. ഷിനോജ്, 12 ദിവസം നീണ്ട പുസ്തകമേള ഇന്നിതാ സമാപിക്കുകയാണ്. എങ്ങനെ വിലയിരുത്താം ഇത്തവണത്തെ സീസണെ? അമൃത, നിരവധി പുസ്തകങ്ങൾ, പ്രത്യേകിച്ച് മലയാളത്തിൽ നിന്ന് തന്നെ 300-ലധികം പുസ്തകങ്ങൾ ഔദ്യോഗികമായി പ്രകാശനം ചെയ്യപ്പെട്ട ഒരു വേദിയാണ് ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവം. ഔദ്യോഗികമായി അല്ലാതെ മറ്റ് പുസ്തകങ്ങളുടെ സ്റ്റാളുകളിൽ പ്രകാശനം ചെയ്യപ്പെട്ട പുസ്തകങ്ങളുടെ കണക്കെടുക്കുകയാണെങ്കിൽ അത് 1000-ൽ-അധികം വരും. 45 ലക്ഷം ദിർഹമാണ് ഇപ്രാവശ്യം ലൈബ്രറികൾക്ക് പുസ്തകം വാങ്ങുന്നതിനും സൂക്ഷിക്കുന്നതിനുമായി ഷാർജ ഭരണാധികാരി ഗ്രാന്റ് അനുവദിച്ചിട്ടുള്ളത്. അവസാന ദിവസം അതിഥിയായി എത്തിയത് ഈ വർഷം വയലാർ പുരസ്കാരം നേടിയ ഇ സന്തോഷ് കുമാറാണ്. അദ്ദേഹവും വായനക്കാരും തമ്മിലുള്ള സംവാദം അല്പം മുമ്പാണ് അവസാനിച്ചത്. നിരവധി ചോദ്യങ്ങൾ എഴുത്തുമായി ബന്ധപ്പെട്ടും അതേപോലെ തന്നെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഇ സന്തോഷ് കുമാറിനോട് ഉണ്ടായിരുന്നു. അതിൽ അഭയാർത്ഥികളെക്കുറിച്ച് എഴുതുന്ന താങ്കൾ SIR-നെ കുറിച്ച് എന്താണ് ഇപ്പോൾ പറയാനുള്ളത്? കാരണം ഇത് പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ടും ഇത് വരുന്നതാണല്ലോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് വോട്ടിംഗ് മെഷീനെക്കുറിച്ച് ഇത്തരം പരാതികൾ നേരത്തെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇലക്ഷൻ കമ്മീഷനോടും മറ്റുമൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് സാധാരണഗതിയിൽ അത്തരം അട്ടിമറിക്ക് സാധ്യതയില്ല എന്നാണ്. പക്ഷേ ഒരു ജനാധിപത്യ രാജ്യത്ത് അത്തരം സംശയങ്ങളുമായി മുന്നോട്ട് പോകരുത്, മറിച്ച് ഇത്തരം വിഷയങ്ങളിൽ SIR, വോട്ടിംഗ് മെഷീൻ എന്നിവയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ദുരൂഹത നീക്കി വേണം മുന്നോട്ട് പോകാൻ എന്നുള്ളൊരു അഭിപ്രായമാണ് ഈ സന്തോഷ് കുമാർ പങ്കുവച്ചത്. അതോടൊപ്പം ഈ ജനപ്രിയ സാഹിത്യത്തിന് അവാർഡ് നൽകുന്ന സാഹിത്യ അക്കാദമിയുടെ നടപടിയെക്കുറിച്ചും വായനക്കാരിൽ നിന്ന് ചോദ്യമുണ്ടായി. അതിന് അദ്ദേഹം മറുപടി പറഞ്ഞത് ഏതുതരം കൃതികൾക്കാണ് അവാർഡ് നൽകേണ്ടതെന്ന ബോധം കൃത്യമായി സാഹിത്യ അക്കാദമിക്കുണ്ടാകണം, അതേപോലെ തന്നെ അതിൻ്റെ ജൂറിക്കുണ്ടാകണം. എങ്കിലേ കൃത്യമായി മികച്ച കൃതികൾക്ക് അവാർഡ് ലഭിക്കൂ എന്നൊരു അഭിപ്രായമാണ് പറഞ്ഞത്. പ്രത്യേകിച്ച് ജനപ്രിയ സിനിമകൾക്കോ അല്ലെങ്കിൽ ജനപ്രിയ സാഹിത്യത്തിനോ അക്കാദമിയുടെ അവാർഡ് കിട്ടിയിട്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. സിനിമയ്ക്കാണെങ്കിൽ അവാർഡ് സിനിമ എന്ന് പറഞ്ഞ് അത് തിയേറ്ററിൽ കയറ്റാത്ത അവസ്ഥയാണ് ഉണ്ടാവുക. അക്കാദമി കൊണ്ട് സാഹിത്യത്തിനോ സിനിമയ്ക്കോ ഒരു ഗുണവുമില്ലെന്ന ഒരു അഭിപ്രായവും ഈ സന്തോഷ് കുമാർ രേഖപ്പെടുത്തിയിരുന്നു. അമൃത.